ഒരു കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഞാനിവിടെ കുറച്ച് തക്കാളി തൈയുണ്ട് നടാൻ. കണ്ടോ, കുറച്ച് തക്കാളി തൈയും കുറച്ച് ഇത് കണ്ടില്ലേ, ഇത് കയ്പ്പയാണേ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് കോളിഫ്ലവറാണ്. അതും കൂടി നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇതിപ്പം ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ പ്രോട്ടീൻ മിക്സ് ഇതാക്കിയിട്ട് ഇവിടെ വെച്ചതാണ്. ഇപ്പോൾ തക്കാളിക്കാണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് തക്കാളി നടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ നടുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനകത്ത് ഈ കുറച്ച് സീമക്കൊന്നേൻ്റെ ചപ്പ് ഇതേപോലെ തോലടിയിൽ ഇരിക്കുക. ഇത് അണുക്കളെല്ലാം കുറയാനും ഇതിനെല്ലാം വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ വാരി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് അണുക്കളെല്ലാം കുറയും. അണുക്കൾ പിന്നെ ചീമക്കൊന്നൊക്കെ കീടങ്ങൾ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മണം കൊണ്ട് വരില്ല. എന്നാൽ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറേ നല്ല ഒരിതാവും. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വാരിയിടട്ടെ. വാരി നിറക്കട്ടെ. ഇതില്ലേ, ഇതേപോലെ ഞാനൊരു 10 തൈയാണ് നടാനുള്ളത്. 10 തൈ ഇത് നിറച്ച് വെക്കട്ടെ. നിറച്ച് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇത് നടുന്നത് നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നിറച്ച് വെച്ചിട്ട് നട്ടിട്ടാകുമ്പോൾ നമുക്ക് കാണാം. ഞാനിപ്പോൾ ഒത്തിരി നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതെന്താ വേണ്ടത്, ഞാൻ ഈ ഓരോരോ കുയ്യാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ തക്കാളിക്ക് പിന്നെ കുറേശ്ശെ എല്ലുപൊടിയും കുറച്ച് പിന്നെ വേപ്പ് പിണ്ണാക്ക് ഒരു 2 മണി അതിൻ്റെ നടുക്ക് കുയ്യിലിട്ട് കൊടുക്കണം. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരിന് കേട് വരുന്നതായിട്ടാണ്. റൈക്കോഡർമയൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇതൊന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. വേപ്പ് പിണ്ണാക്ക, എല്ലുപൊടി, ഇത് എല്ലുപൊടിയാണ്. ഇത് 2 മണി അത്രയും വേണ്ട. കുറേശ്ശന അതിൻ്റെ വേരിന് തട്ടാൻ മാത്രം 2 മണി അടിച്ച് കൊടുക്കണം. ആ നടുന്ന കുഴിയിൽ അടിയിട്ട് കൊടുത്താൽ നല്ല വേരിനെല്ലാം കേട് വരാണ്ട് ചെയ്യാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. തക്കാളിക്ക് ചെറിയൊരു കാരണമേ വേണ്ടൂ. തക്കാളി വേഗം ഇതായിപ്പോവും. അതിന് ലേശം വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുത്താൽ വെല്ലു പൊടിയാണ്. ഇനിയിപ്പോൾ ലേശം വേപ്പും പിണ്ണാക്കായിട്ട് വേണ്ട. വേപ്പും പിണ്ണാക്ക എല്ലാം കുറച്ച് അത് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് നട്ട് കഴിഞ്ഞാൽ കുറച്ച് കുറയും. നമുക്കൊരു സമാധാനമായി. വേപ്പും പിണ്ണാക്ക ഉണ്ടായാൽ ആ വേരിന് കുറച്ചൊരു ഏല് കിട്ടും. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നട്ട് നോക്കണം. ഈ തക്കാളി വേഗമാണ് പിന്നെ വാട്ടരോഗം വരുക. അതിന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. വാട്ടരോഗം വേഗമാണ് തക്കാളിക്ക് വേഗം കേട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുറേശ്ശെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടി കൂടി അതിൻ്റെ വേര് നടുന്നെടുത്ത് ഇട്ട് വെക്കുന്നത്. അതെന്ന് വെച്ചാൽ കുറച്ച് വാട്ടരോഗത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാനിതിനിപ്പോൾ നട്ടേ. ഇടില്ലേ, തൈ കണ്ടില്ലേ, ഇതിനി നട്ട് നോക്കട്ടെ. ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നടാം. ഇത് ഒടിപ്പോയി, ചെറിയ തയ്യായിപ്പോയി. ഇനി തൈ വലിപ്പം കുറവാണ്, എന്നാലും നന്നാവും. നല്ല തയ്യാണ്, വിറ്റുറപ്പുണ്ട്. കണ്ടില്ലേ, ഇനിയിപ്പോൾ പിന്നെ വേഗം തക്കാളിക്ക് വേഗം പണിയെടുത്തതിന് വേഗം ഉഷാറായിക്കോളും. പൊടിച്ച് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം വളം കൊടുക്കൽ ഇടയ്ക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ തിരിയെടുത്താൽ പിന്നെ നമ്മൾ വളം കൊടുക്കാൻ തുടങ്ങണം. പിന്നെ സ്ലറി ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. തക്കാളിക്ക് നല്ല ഏത് പച്ചക്കറിക്ക് ഏനായാലും സ്ലറി ഉണ്ടാക്കി ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ സ്ലറി എന്തെങ്കിലും ഇങ്ങനെ നല്ല വളങ്ങൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക വേണ്ടു. മറ്റ് വേറെ വളം വേറെ ഒന്നും ഇടാനൊന്നുമില്ല. പൊടിവളമായിട്ടൊന്നും ഇടണ്ട. പൊടിവളമെല്ലാം ഇത് മതി, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സ്ലറി വേണം. പച്ചച്ചാണകം കിട്ടുന്നില്ലെങ്കിൽ അതിനിപ്പോൾ വീഴുന്ന പണി എടുക്കണം.
ഇവിടെ അമർത്തി വെക്കണം, എന്നാലും മാത്രമേ ആ വേരിനൊരു ഉറപ്പ് കിട്ടും. കുറച്ച് തൈ ഞാനവിടെ പാവിയ തൈയുണ്ട്, അതും കൂടി ഉണ്ട്. എന്നാൽ അതിനകത്ത് രണ്ടെണ്ണം പൊരിച്ച് നടാന്ന് വെച്ചിട്ടാണ് 10-12 ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. നമ്മളെ പച്ചക്കറീൻ്റെ രക്ഷ നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഇനി ഇതിൻ്റെ ഇതൊക്കെ ഒരു ദിവസം ചെയ്യാതെ നമ്മൾ ഇതിൻ്റെ വഴി തന്നെ നടക്കണം. ഒരു ഇത് നോക്കാതെ നിൽക്കരുത്. എപ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു കണ്ണ് ഈ പച്ചക്കറിക്ക് തന്നെ വേണം. നട്ട് കഴിഞ്ഞാൽ നമ്മൾ പണി തീർന്നിട്ടില്ല, ഇനിയാണ് പണി. നട്ട് കഴിഞ്ഞാലല്ല പണി, നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പണി തേച്ചു. ഇനി ദിവസവും വഴി തന്നെ നടക്കണം, വെള്ളം ഒഴിക്കണം. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇനിയിപ്പോൾ 1, 2, 3 തൈ ഇടയുണ്ട്. ഇവിടെ ബാഗ് നട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒരു തൈ പാകിയിട്ടുണ്ട്. ഇത് പൊരിക്കട്ടെ. നീലിന് 2 തൈ പൊരിച്ച് 3 തൈ വേണം. ഇത് നല്ല കട്ടിയുറപ്പുണ്ട്, നല്ല കുറ്റിയുറപ്പുണ്ട്. ഇനി അതിനെക്കാട്ടി നല്ല ശക്തി ഇതാണ്. എന്താ നല്ല ശക്തിയുണ്ട്, എന്താ നല്ല ശക്തിയുണ്ട്. ആ തയ്യെക്കാട്ടി നല്ല ശക്തി ഇതാണ്, നല്ല പിന്നെ കരുത്ത് കൂടിയിട്ട് നട്ടിട്ട്. പിന്നത്തെ തക്കാളിൻ്റെ പരിപാടിയായത്. പിന്നെ എല്ലാവരും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ബാഗിൽ നടുന്നത് മണ്ണൊന്നും വേണ്ട, മണ്ണില്ലാതെ ഞാൻ നല്ലത്. ഇനിയിപ്പോൾ ഞാൻ വേറെ തരത്തിലും നടും. വേറെയുണ്ട്, വേറെ മണ്ണില്ലാണ്ട് തന്നെ വേറെ നമുക്ക് എന്തെല്ലോ ചെയ്യാനുണ്ട്. നമുക്കിവിടെ വളപ്പിലൂടെ എന്തെല്ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നും നടാനും ആക്കാനും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ ആവശ്യം ഇനിയിപ്പോൾ ഇത്തിരി ആയില്ലേ. ഇനിയിപ്പോൾ എന്നാ വേണ്ടത് വെച്ചാൽ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെക്കണം. തക്കാളി സെറ്റ് ചെയ്ത് വെക്കണ്ടേ. തക്കാളി ഞാൻ ഇതിന് നേരെയാണ് ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് കണ്ടില്ലേ, തക്കാളി ഇതിപ്പോൾ ഇത്ര ഒരു കോല് വിട്ടിട്ടാണ് നമ്മൾ ഇടയ്ക്ക് കലർത്തി വെക്കുക. ഞാൻ ഇന്നിപ്പോൾ വെക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക. വീടുന്ന കൃഷി, തക്കാളി കൃഷിയെല്ലാം എല്ലാം ബാഗിൽ മണ്ണില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ നമ്മൾ ബാഗിൽ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് എല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ ഇനിയിപ്പോൾ കൃഷീൻ്റെ ഇത് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ വളത്തിൻ്റെ പണിയായിരിക്കും. വളം ഉണ്ടാക്കുന്നത്, അതാണ് ഞാൻ വീഡിയോ ഇടുക. അതുകൊണ്ട് നിങ്ങൾ ഇത് മിസ് ചെയ്യാതെ ഇത് തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നല്ലൊരു പച്ചക്കറി എടുക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും നല്ലപോലെ ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ എല്ലാവരും പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ് ചെയ്യുക. പിന്നെ പോരാതെന്ന് വെച്ചാൽ ഹൈപ്പും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. ഒരാഴ്ചക്ക് 3 ഹൈപ്പ് ഒരാൾക്ക് അടിക്കുക, അതിൻ്റെ പോയിൻ്റ് കാണും. അതും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. ആദ്യം മേലെ ഹൈപ്പ് അടിച്ച് ലൈക്ക് അടിക്കുമ്പോൾ തന്നെ ഹൈപ്പ് വരും. ഹൈപ്പ് വന്നാൽ ആ ഹൈപ്പിൻ്റെ അവിടെ നിന്ന് പിന്നെ ആ ഹൈപ്പിൽ തൊട്ട ഇപ്പുറത്തെ ഭാഗത്തൊരു ഹൈപ്പ് വരും. ആ ഹൈപ്പ് തൊട്ടാൽ നമുക്ക് താഴെ വരും. പിന്നെ അങ്ങ് താഴോട്ട് വരും പിന്നെ പോയിൻ്റ്. ആ പോയിൻ്റിൽ തൊട്ടാൽ ഇപ്പുറത്തെ സൈഡിലുണ്ട് ഒരു സാധനം. അത് തൊട്ട് കഴിഞ്ഞാൽ മൊത്തം പോയിൻ്റ് അവിടെ വരും, മേലെ വരും. അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ചെയ്യണം എന്ന് എനിക്ക് പറയാനുണ്ട്. നന്ദി.